രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉറക്കം ഇതിനോട് ബാധിക്കുന്നുണ്ടോ? ഇനി മൂത്രമൊഴിക്കാൻ പോയാൽ തന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ, ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായും പോവാത്ത പോലെ ഒരു ഫീല്, അതുമല്ലെങ്കിൽ മൂത്രം ഡ്രോപ്പായിട്ട് പോവുക, അതല്ലെങ്കിൽ പൊതുവെയുള്ള ഫ്ലോനേക്കാളും മൂത്രം ഒഴിക്കുമ്പോഴുള്ള ആ ഫ്ലോനേക്കാളും ഭയങ്കര നേരിയതായിട്ട് പോവുക, അതല്ലെങ്കിൽ മൂത്ര തടസ്സം വരിക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഡോക്ടർ പ്രിൻസി ഖദീജ ഫാത്തിമ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. പൊതുവെ ഒരു 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരസുഖം തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അതായത് താരതമ്യം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം വെച്ചിട്ട് അല്ലെങ്കിൽ വീങ്ങി വരിക. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്ന ഒരു കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി, അതായത് BPH എന്ന് പറയാം. ഓക്കെ, സോ നോർമലി ഇതിന് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നോർമലി ഒരു 15 മുതൽ 17 ഗ്രാം വരെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ മലാശയത്തിൻ്റെ തൊട്ട് മുൻപിലും എന്നാൽ മൂത്രസഞ്ചിയുടെ തൊട്ട് പുറകിലുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വീക്കം വരുമ്പോൾ, ഈ ഗ്രന്ഥിക്ക് വീക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് മൂത്രസംബന്ധമായ ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ അപ്പോൾ ആ മൂത്രസംബന്ധമായ ലക്ഷണങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ പ്രോബ്ലം ആണോ എന്നൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കിട്ടാറുണ്ട്. എന്നാലും വേറെയും ചില ലക്ഷണങ്ങൾ ഇതിൽ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ വരുന്നൊരു സാധനമാണ് നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ പുരുഷന്മാരിൽ ബീജമുൽപാദനത്തിന് ഇതും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും സെമിനൈൽ വെസൈക്കിൾസും കൂടി എന്നെ സഹായിച്ചിട്ട് ഈ ബീജത്തിൻ്റെ ഉൽപാദനത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് കണ്ടുവരാറ്. പലപ്പോഴും ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ഇത് അസുഖം സോർട്ട് ഔട്ട് ചെയ്യാത്ത ആൾക്കാർക്കും അതേപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആൾക്കാരിലും ഏജ് കൂടി വരുമ്പോൾ പലപ്പോഴും ഉദ്ധാരണക്കുറവിന് വരെ കാരണമായേക്കാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഇത് എങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വരുമ്പോൾ ഇതിന് ഭക്ഷണത്തിലൊരു ഇമ്പോർട്ടൻ്റ് റോള് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എങ്ങനെ ഇത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാൻ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നോർമലി നമ്മുടെ മൂത്രസഞ്ചിയുടെ പുരുഷന്മാരുടെ മൂത്രസഞ്ചിയുടെ പുറകുവശത്തായിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വീക്കം വരുമ്പോൾ നമ്മുടെ അവിടെ യൂറിനറി ബ്ലാഡറിന് പ്രഷർ ഉണ്ടാക്കും. അങ്ങനെ പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കും, വെള്ളം വന്ന് മൂത്രമായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാഡറിൽ മൂത്രം ചെറുതായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ പോലും ആൾക്കാർക്ക് ബ്ലാഡർ ഫുള്ളായ പോലെ ഉള്ളൊരു ഫീലാണ്, അല്ലെങ്കിൽ മൂത്രം ഫുള്ളായിട്ട് ബ്ലാഡറിൽ ഫുള്ള് നിറഞ്ഞ പോലത്തെ ഒരു ഫീലായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകാൻ മുട്ടും. എന്നെ പോയാലോ നന്നായിട്ട് പ്രഷർ കൊടുത്തിരുന്ന് നല്ല അമർത്തി കഴിഞ്ഞാലേ പോകുള്ളൂ. എന്നാൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റാലോ പലപ്പോഴും നമ്മുടെ പാൻറ്റീസിലും കാര്യങ്ങളിലൊക്കെ 1-2 ഡ്രോപ്പ് വീണ്ടും ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ വരാം. അങ്ങനെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പലപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ രക്തം മിക്സായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പറയുന്നൊരു പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ മലാശയത്തിൻ്റെ തൊട്ട് മുൻപിൽ, അപ്പോൾ മലാശയത്തിലേക്കും ചിലപ്പോൾ പ്രഷർ വരാം. അങ്ങനെ വരികയാണെങ്കിലോ തീർച്ചയായിട്ടും മലം പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഈ ഫ്രീക്വൻ്റ് ആയിട്ട് അതിനൊരു എർജ് പോലെ തോന്നുക, അങ്ങനത്തെ നേരെ തിരിച്ചും വരാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ആ ഫ്ലോൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൻ്റെ അളവ് നമ്മൾ നോർമലി മൂത്രമൊക്കെ പോവും, ഒന്നെങ്കിൽ ഡ്രോപ്പ് ബ്രേക്ക് വരും, ഒന്നെങ്കിൽ ഡ്രോപ്പായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഭയങ്കര നേരിയതായിട്ടായിരിക്കും പോകുന്നത്. ഇനി അതല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ലീക്ക് പോലെ വരാം. ഇനി അതല്ല
ഇനി ഇതിൻ്റെ ഒരു സിവിയർ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ മൂത്രം തന്നെ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കും വരാം. അപ്പോൾ പലപ്പോഴും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഒരു പ്രശ്നം പറയുമ്പോൾ ഒരിക്കലും നമ്മൾ പല അസുഖങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, മൈൽഡ് ആണെങ്കിൽ ഇന്നെന്ന ലക്ഷണങ്ങൾ, ചെറിയ സിംറ്റംസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇടത്തരത്തിലുള്ള രീതിയിലാണ് കൂടുതലെങ്കിൽ ഇത്രയൊക്കെ സിവിയറിറ്റി ആയിരിക്കും എന്ന് പറയുന്നത് പോലെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നത്തിന് ഒരിക്കലും നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ചില ആളുകളിൽ ചെറിയ രീതിയിൽ, അതായത് ചിലപ്പോൾ ഗ്രേഡ് 1 ഒക്കെ അല്ലെങ്കിൽ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം, പക്ഷെ അവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഭയങ്കര സിവിയർ ആവാം. എന്നാൽ നേരെ മറിച്ച് സിവിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മൈൽഡായ ലക്ഷണങ്ങളുമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ ഒരിക്കലും ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ ഓരോ വ്യക്തികളെ അനുസരിച്ചിട്ടും ഇതിൽ നിന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായേക്കാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, സെക്ഷുവലായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള പ്രോബ്ലംസും ഒന്നെങ്കിൽ ഡിലേ ആവാം, അതായത് ഇജാക്കുലേഷനൊക്കെ ഡിലേ ആയിട്ട് വരാം. അതായത് ഇജാക്കുലേഷൻസ് ഡിലേ ആയിട്ടും നമുക്ക് കിട്ടാം, അതല്ലെങ്കിൽ തീരെ ഉദാഹരണ കുറവായിട്ടും നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം കാരണം കൊണ്ട് വരാം. അപ്പോൾ പലപ്പോഴും ഉദാഹരണക്കുറവായിട്ട് വരുന്ന ഒരാളുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം കാരണങ്ങളും ഉണ്ടോ എന്ന് കൂടി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ലക്ഷണങ്ങളൊക്കെ കിട്ടിയല്ലോ. സോ അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണത്തിലുള്ള ക്രമീകരണവും എക്സസൈസും അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ ഡയറി പ്രോഡക്ട്സും അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കംപ്ലീറ്റ്, പാലിനെ സംബന്ധിച്ചിട്ടുള്ള ഹൈ ഫാറ്റ് അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് ഒഴിവാക്കുക. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, നല്ല പാടയുള്ള പാല് മാക്സിമം ഒഴിവാക്കുക. പിന്നെ കട്ടിത്തൈര് ഒഴിവാക്കുക. അതേപോലെ തന്നെ പറയുന്നതാണ് നമ്മുടെ ചീസ്, ബട്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം കുറയ്ക്കുക. എന്നാൽ അതേപോലെ തന്നെ പാം ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെ മാക്സിമം കുറയ്ക്കാം. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ പാല് തന്നെ, ഈ പാട ഇല്ലാത്ത പാല് ആണെങ്കിൽ ചെറുതായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ തൈരാണെങ്കിൽ നന്നായിട്ട് കടഞ്ഞിട്ട് ബാലൻസ് വരുന്ന മോരുണ്ടല്ലോ, ആ മോര് അധികം പുളിയില്ലാത്ത മോരാണെങ്കിൽ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് കൂടുതൽ ഉപയോഗിക്കൽ നിർത്തുക. സോഡ, ബേക്കറി ഫുഡ്സ് ഒക്കെ കമ്മിയാക്കുക. അതേപോലെ തന്നെ നമുക്ക് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഈ രാത്രി സമയങ്ങളിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ളവരും ആയിരിക്കും ഇവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഉറക്കം നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭക്ഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ഒരു 7 മണിയോടെ, രാത്രി ഒരു 7 മണി ആകുമ്പോഴേക്കും നിങ്ങൾ കഴിക്കുന്ന ലിക്വിഡ്, ഈവൻ പച്ചവെള്ളമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും 7 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഏതൊരു ലിക്വിഡ് ഫുഡ്സ് ആണെങ്കിലും ഒരു 7 മണിയോടെ പിന്നെ വെള്ളം കുടിയൊക്കെ നിർത്തുക. അപ്പോൾ അതാകുമ്പോൾ വീണ്ടും 2-3 പേർക്ക് അത് ഫുള്ളി നമ്മൾ കുടിച്ച വെള്ളവും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴത്തേനും പിന്നെ ഇവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാത്തൊരു സിറ്റുവേഷൻ വരുമല്ലോ അല്ലേ. സോ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു 7 മണിയാകുമ്പോഴത്തേനും എല്ലാ ലിക്വിഡ് ഫുഡ്സും മാക്സിമം അതിൻ്റെ കട്ടൻ ക്ലോസ് ചെയ്യുക എന്ന് പറയില്ലേ, കട ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ വെള്ളം അവിടെ സ്റ്റോപ്പ് ചെയ്യുക, കുടിക്കൽ നിർത്തുക. 7 മണിയാകുമ്പോൾ, രാത്രി 7 മണിയാകുമ്പോൾ വെള്ളം കൂടി നിർത്തുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, കീഗൽസ് എക്സസൈസ്, അതായത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് കൂടുതലായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സ്വിമ്മിങ് നല്ലതാണ്, ചെറിയ രീതിയിൽ ജോഗിങ് ചെയ്യുന്നത് നല്ലതാണ്, വാക്കിംഗ് ഒക്കെ നല്ലതാണ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിസ്സാരമായിട്ട് നമുക്കിത് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ, അതായത് മറ്റ് ചില അസുഖങ്ങൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചിലതിനെ കാണിക്കാം. അതിലൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്, ചിലർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ആൾക്കാർക്കും എന്ത് വരാം, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് അബ്ഡോമിനൽ സർജറി എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക്, ഫ്രീക്വൻ്റ് ആയിട്ട് UTI ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർക്കും ഇത്തരം ലക്ഷണങ്ങൾ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഈ ബിനൈൻ
പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി എന്ന പറയുന്ന അസുഖം നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.